ഏതായിരുന്നാലും ആകട്ടെ, ഈസാ നബി അലൈഹി സ്വലാമിന് ഉറപ്പായത് ഇയാളെ അടുത്തുകണത്. പക്ഷേ പറഞ്ഞില്ല, കണ്ണിൽ കണ്ടിട്ടില്ലല്ലോ. മാത്രവുമല്ല, ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കണം ഇയാൾക്ക്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം അപ്പുറത്തേക്ക് പുഴ കടന്നു പോകണം. പുഴ കടക്കാൻ പുഴവക്കത്തെത്തിയപ്പോൾ തോണിയില്ല, അതിന് കടവ് കടത്തുന്ന ആളുകളുമില്ല. ഈസാ നബി അലൈഹി സ്വലാം ഇയാളെ കയ്യും പിടിച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നും പറഞ്ഞിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ കൂടി അങ്ങ് നടന്നു അക്കരക്ക്. ബൈബിളിൽ വരേണ്ട ഈ കഥ ബൈബിളിൽ വരെ പറഞ്ഞിട്ടുണ്ട്, ഹദീസിലുണ്ട്. നമ്മളതാണ് പറയുന്നത്. അക്കരെ കടന്നു ബിസ്മില്ലാഹിർ റഹ്മാൻ. എടാ, നീ കണ്ടോ ഞാൻ ചെയ്ത അത്ഭുതം? വല്ലാത്ത അത്ഭുതം തന്നെ. ഇത് വെച്ച് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ആരാ പത്രി കട്ടത്? ഞാനല്ല. ഇവൻ പറഞ്ഞു. പിന്നെ ഈ അത്ഭുതം കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചു, ആരാ പത്രി കട്ടത്? ഞാനല്ല എന്ന് പറഞ്ഞു. ശരി, കുറച്ചുകൂടി അങ്ങോട്ട് മുന്നേ കുറേ മാനുകൾ നടന്നു പോകുന്ന മാൻപേടകളിൽ ഒരു മാനിനെ വിളിച്ചിട്ട് ആ മാനിനെ അറുത്ത് ഭക്ഷണമാക്കി പാകം ചെയ്ത് വിഷാറായിട്ട് തിന്നിട്ട് അതിൻ്റെ എല്ലും മുല്ലും അവിടെ ഇട്ടപ്പോൾ കുമ്പി ഇതിനില്ല, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞു. ആ മാൻപേട എഴുന്നേറ്റ്, നീ നിന്റെ കൂട്ടത്തിൽ തന്നെ പോയിക്കോന്നു. ഒഹയിൽ മൗത്താബി ഇതിനില്ല എന്നുള്ള ഖുർആനിൽ സർട്ടിഫൈ ചെയ്തതാ. അതിവിടെ കാണണമല്ലോ. ആ എല്ലും മുള്ളിനോട് എഴുന്നേറ്റിട്ട് പോകാൻ പറഞ്ഞു, പോയി ആ കൂട്ടത്തിൽ. ഇത് കണ്ടിട്ട് ഇയാളിങ്ങനെ തരിച്ച് നിൽക്കുകയാണ്, അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എടാ, ആരാ പത്രി കട്ടത്? ഇത്രയും വലിയ അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ആളാ ഞാൻ. ആരാ പത്രി കട്ടത്? ഇവൻ പറഞ്ഞു, ഞാനെല്ലാവരും. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാം കുറേ അത്ഭുതങ്ങൾ കാണിച്ചു. ഞാനതെല്ലാം കൂടി വിശദീകരിക്കലില്ല. 3 മണൽക്കൂനകൾ മണൽ കൂട്ടാക്കി വെച്ചിട്ട് 3 വലിയ കൂനകളാക്കി വെച്ചു. ഈ 3 മണൽക്കൂനയോട് പറഞ്ഞു സ്വർണ്ണമാകണമെന്ന് പറഞ്ഞു. അപ്പോൾ 3 കൂനയും സ്വർണമായി മാറി. ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇത് ഒന്ന് എനിക്കുള്ളതാ, ഒന്ന് നിനക്കുള്ളതാ, ഒന്ന് ആ പത്തിരി കട്ടാക്കുള്ളതാണെന്ന്. അപ്പം ഇവൻ പറഞ്ഞു, ഞാൻ ആ പത്തിരി കട്ടത് എന്ന് പറഞ്ഞു. എടാ, നിനക്ക് ദുന്യാവല്ലേ ആവശ്യം, 3 നീ എടുത്തോ, എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ഈസാ നബിയും അദ്ദേഹവും അവിടെ വെച്ച് വിട്ടു വരികയാണ്. ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, താനങ്ങനെ സുഹൃദായി നടക്കുന്ന കാലത്ത് കടൽപ്പുറത്ത് ചെന്നുകൊണ്ട് അക്കരെ കടക്കാൻ മാർഗമില്ലാതെ നിൽക്കുമ്പോൾ ദൂരെ ഒരു കപ്പൽ പോകുന്നു. മാടി വിളിച്ചു, കപ്പിത്താൻ അടുത്ത് കൊണ്ടുവന്ന് കപ്പൽ അണയിപ്പിച്ചു. കയറാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ ആ കപ്പലിൻ്റെ ആള് പറഞ്ഞു, പണമില്ലാതെ കയറാൻ പറ്റില്ല, കാശില്ലാതെ കയറാൻ പറ്റില്ല. ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുന്നു, സഅലൂനി മാ ലൈസ ഇൻദി, എൻ്റെ അടുക്കലില്ലാത്തതാണല്ലോ റബ്ബേ അവർ ചോദിക്കുന്നത്. ആ മണലിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുന്നു, മണലേ സ്വർണമാകും. ആ മണലങ്ങ് സ്വർണമായി മാറി. അത് പിടിച്ച് ആ കപ്പലുകാരന് കൊടുത്തു. ഇബ്രാഹിം കപ്പലിൽ കയറി യാത്ര ചെയ്തു. എന്തെല്ലാം അംബിയാ ഇവിടെ ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും മൗലിയായും ചെയ്തിട്ടുണ്ട്. കുല്ലുമാ ജാസ അൻ യകൂന മുഅ്ജിസത്തൻ ലിനബിയ്യിൻ, ഒരു നബിക്ക് മുഅ്ജിസത്തായിട്ടുണ്ടാകാവുന്നത് മുഴുവനും വലിയന് കറാമത്തായിട്ടുണ്ടാകാം. ഔലിയാക്കന്മാർക്ക് അല്ലാഹ് കറാമത്തായി കൊടുത്തിട്ടുണ്ട്. അത് ദീനിന്റെ പ്രചരണത്തിന് വേണ്ടിയാണ്, ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടിയാണ്. എല്ലാ ഔലിയാക്കന്മാരും ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു റിഫായി ദിനം കടന്നു പോവുകയല്ലേ. ബഹുമാനപ്പെട്ട റിഫായി ശൈഖിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. ആള് എത്ര വലിയ മഹാനാണ്, എത്ര വലിയ കറാമത്ത് കാണിച്ച ആളാണ്. അവർ മുഖേന എത്ര ആളുകൾ ഇസ്ലാമിൽ വന്നിട്ടുണ്ട്. ലക്ഷോപലക്ഷം ജനങ്ങളാണ് ഹിദായത്തിൻ്റെ മാർഗത്തിൽ കടന്ന് പരിശുദ്ധ ഇസ്ലാമിലേക്ക് അവർ മുഖേന കടന്നു വന്നത്. ആ മഹാനായ റിഫായി അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു എല്ലാവർക്കും സുപരിചിതമാണ്. ഞാൻ വിശദീകരിക്കുകയല്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിൽ ചെന്നുകൊണ്ട് ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തുഹ്ളാ ബിഹാ ശഫതി. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞത്, റിഫായി മൗലൂദ് എടുത്ത് നോക്കിയാൽ കാണാം ഈ പദ്യം. അവിടെ നിന്ന് അങ്ങോട്ട് ബഹുമാനപ്പെട്ട ഈ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് കാണാം ഈ പദ്യം. നിരവധി കിതാബുകളിൽ കാണാം ഈ പദ്യം. ചെറിയ മൗലൂദിന്റെ കിതാബിൽ വരെ ഈ ചരിത്രം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അംഗീകൃത കിതാബുകളിലൊക്കെ വിവരിച്ച ചരിത്രമാണ്.
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ ഖബർ ഷരീഫിൽ ചെന്നുകൊണ്ട് പറയുന്നു, നബിയെ, വളരെ വിദൂരമായ രാജ്യത്ത് നിന്ന് തങ്ങളെ ഹദ്റത്തിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ വിടാറുണ്ട്. ഇപ്പോൾ തങ്ങളെ ഹദ്റത്തിൽ വരാൻ എനിക്ക് സാധിച്ചിരിക്കുന്നു. നബിയെ, ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതീ, തങ്ങളെ കൈയൊന്നെനിക്ക് നീട്ടിത്തരൂ നബിയേ. ആ വഫാത്തായി പോയ റസൂലുള്ളാഹി തങ്ങളെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കൈ പുറത്തേക്ക് നീട്ടിക്കൊടുത്തു, അത് ചുംബിച്ചു. ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങൾ അത് ചുംബിച്ചു. കെട്ടുകഥയല്ല, കിതാബുകളിൽ വിവരിക്കപ്പെട്ടതാണ്, സംഭവിച്ചതാണ്. ഫൈസൽ രാജാവ് സഊദി ഭരിക്കുന്ന കാലത്ത് വരെ റൗള ഷരീഫിന്റെ മുകളിൽ ഈ പദ്യം എഴുതി വെക്കപ്പെട്ടിരുന്നു. ഫൈസൽ രാജാവ് സഊദി ഭരിക്കുന്ന കാലത്താണ് റൗളയുടെ മുകളിൽ നിന്നത് മായ്ക്കപ്പെട്ടു പോയതെന്നാണ് ചരിത്രം. ഫൈസൽ രാജാവ് സഊദി ഭരിക്കുന്ന കാലത്ത് അത് മായ്ക്കപ്പെട്ടു പോയി. ഏറ്റവും വലിയ ഒരു നബിദിന സമ്മേളനത്തിൽ വെച്ചാണ് സഊദിയുടെ ഭരണാധികാരി ഫൈസൽ രാജാവ് വെടിയേറ്റു മരിക്കുന്നത്. തൻ്റെ കുടുംബാംഗത്തിനെ കൊണ്ടാണ് വെടിയേറ്റു മരിക്കുന്നത്. സ്വന്തം ജ്യേഷ്ഠൻ്റെയോ അനുജൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു അംഗത്തിനെ കൊണ്ട് വെടിയേറ്റു മരിക്കേണ്ടി വന്ന ഫൈസൽ രാജാവ് ഭരിക്കുന്നത് വരെ സഊദിയിലെ റൗള ഷരീഫിൻ്റെ മദീന മുനവ്വറയിലെ റൗള ഷരീഫിൻ്റെ മുകളിൽ ഈ പദ്യം എഴുതി വെക്കപ്പെട്ടിരുന്നു. അഹ്മദുൽ കബീർ റിഫായിയുടെ ചരിത്രം നിങ്ങൾക്കെല്ലാം അറിയാം. മഹാനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ആരാണ്? ഗർഭാശയത്തിൽ വെച്ച് സംസാരിച്ച മഹാനാണ്. പ്രസവിച്ചു വീഴുമ്പോൾ സംസാരിച്ച മഹാനാണ്. റിഫായി മാല പാടി നോക്കിയാൽ കാണാം, 4 സ്വർഗം കിട്ടണം എനിക്കെന്ന് പറഞ്ഞു റബ്ബിനോട്. എനിക്ക് 4 സ്വർഗം കിട്ടണം. ഇവിടെ എന്തെല്ലാമാണ് സംശയം? ഗർഭാശയത്തിൽ വെച്ച് അങ്ങനെ പറയാമോ? അങ്ങനൊരു കുട്ടി ഗർഭാശയത്തിൽ വെച്ച് പറയുമോ 4 സ്വർഗം കിട്ടുമെന്ന്? 4 സ്വർഗം ഒരാൾക്കുണ്ടോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, അല്ലാഹുവിനെ പേടിച്ച് ഭയപ്പെട്ട് ജീവിച്ച ആളുകൾക്ക്, റബ്ബിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് വിചാരണ ചെയ്യുമെന്ന ഭയമുള്ള ജനങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്നു ജന്നതാനി, 2 സ്വർഗം. വമിൻ ദൂനിഹിമാ ജന്നതാൻ, അത് കൂടാതെ വേറെയും 2 എണ്ണമുണ്ട്. 2 2 4 മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിൻ്റെ 4 എണ്ണം കിട്ടാം. പിന്നെ ഗർഭാശയത്തിൽ വെച്ച് സംസാരിക്കാമോ? എന്തിനാ സംശയിക്കേണ്ട ആവശ്യം? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹിന്റെ നബിയല്ലേ? നബിയായ ഈസാ നബി അലൈഹിസ്സലാമിനെ ഉമ്മ ഗർഭം ധരിച്ചു. മറിയം ബീവി ഗർഭം ധരിച്ച് വീട്ടിലേക്ക് പോകാൻ വയ്യ, വിഷമിച്ചിരിക്കല്ലേ. അങ്ങനെ പ്രസവിക്കാൻ പോവാണ്. പ്രസവിക്കാൻ പോകുന്ന സമയത്ത് ഈ കുട്ടിക്ക്, ഈ മറിയം ബീവിക്ക് കുറേ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. വഹുസീ ഇലൈകി ബിജിദ്ഇൻ നഖലതി തുസാഖിതു അലൈകി റുതബൻ ജനിയാ. ഒരുപാട് നിർദ്ദേശങ്ങൾ ഖുർആനിൽ അവിടെ ഗർഭിണി ചെയ്യേണ്ടത് കാണാം. ഫനാദാഹാ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുക തഹ്തകി സരിയാ. ഫനാദാഹാ, മറിയം ബീവിയെ വിളിച്ചു. നാദ എന്നത് മഅറൂഫായ ഫീലാണ്, മജ്ഹൂലല്ല, നൂദിയ എന്നല്ല. മറിയം ബീവിയെ വിളിക്കപ്പെട്ടു എന്നല്ല. അങ്ങനെയാണെങ്കിൽ ആരാ വിളിച്ചത് ചോദിക്കേണ്ട ആവശ്യമില്ല, ചോദിക്കാൻ പാടില്ല. നാദ എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചു. ആര് വിളിച്ചു? ആരാ വിളിച്ചത്? ഫനാദാഹ, മറിയം ബീവിയെ വിളിച്ചു. മിൻ തഹ്തിഹാ, മറിയം ബീവിയുടെ താഴ്ഭാഗത്ത് നിന്ന് വിളിച്ചു. ആര് വിളിച്ചു? ഈസാ നബി വിളിച്ചു എന്നാ. ഫനാദാഹ, ആ ഗർഭാശയത്തിനുള്ളിൽ കിടക്കുന്ന കുട്ടി വിളിച്ചു എന്നാണ്. ഗർഭാശയത്തിനുള്ളിൽ കിടക്കുന്ന കുട്ടി, മറിയം ബീവിയുടെ വയറ്റിനുള്ളിൽ ഗർഭത്തിൽ കിടക്കുന്ന കുട്ടി വിളിച്ചു. ഹാ, മറിയം ബീവിയെ വിളിച്ചിട്ട് പറയുന്നു, പേടിക്കേണ്ട ഉമ്മ, വിഷമിക്കേണ്ട ഉമ്മ എന്ന് ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാം ആകുന്ന ഗർഭസ്ഥ ശിശു മറിയം ബീവിയെ വിളിച്ചിട്ട് ആശ്വസിപ്പിക്കുന്നു. എൻ്റെ വക കെട്ടിയുണ്ടാക്കിയതല്ല. തഫ്സീറുൽ കബീർ ഇമാം ഫഖ്റുദ്ദീൻ റാസി കൊടുത്ത അർത്ഥമാണ്.
റാസിമാമാണിത് പറഞ്ഞത്. ഇതിന് ഉപോത്ബലകമായ മറ്റൊരു ഖിറാഅത്ത് അവിടെയുണ്ട്. ഫനാദഹാ മൻ തഹ്തഹാ എന്ന ഒരു ഖിറാഅത്ത് അവിടെ ഉണ്ട്. ഫനാദഹാ മറിയം ബീവിയെ വിളിച്ചു. മൻ എന്നത് ഫായിലാണ്. മൻ എന്നൊരു ഖിറാഅത്ത് ഉണ്ട് അവിടെ. ഫനാദഹാ മിൻ തഹ്തിഹാ എന്ന സ്ഥലത്ത് ഫനാദഹാ മൻ തഹ്താ എന്ന് ഖുർആനിൽ ഒരു ഖിറാഅത്ത് ഉണ്ട്. നമ്മളെ നാട്ടിൽ വ്യാപകമായ ഖിറാഅത്ത് ഫനാദഹാ മിൻ തഹ്തിഹാ എന്നാണ്. പക്ഷേ അവിടെ ഒരു ഖിറാഅത്ത് ഉണ്ട് ഫനാദഹാ മൻ തഹ്താ എന്ന്. ആ ഖിറാഅത്ത് ഇതിനെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി തന്റെ തഫ്സീറിൽ പറയുന്നു. അപ്പോൾ ഗർഭാശയത്തിനുള്ളിൽ കിടക്കുന്ന ഈ കുട്ടി സംസാരിക്കുന്നു, ഉമ്മ വിഷമിക്കണ്ട. അതുകൊണ്ടാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ പ്രസവിച്ച് ഈ കുട്ടിയെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങിച്ചെന്നപ്പോൾ എവിടെ നിന്നാടി ഇങ്ങനെ ഒരു കുട്ടിയെ കിട്ടിയത്? ഈ പണ്ഡിത കുടുംബത്തെ, ഈ കുലീനമായ കുടുംബത്തെ ചീത്തപ്പേര് പറയിപ്പിക്കാൻ എവിടെ പോയിട്ടാണ് ഇനി ഒരു കുട്ടിയെ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ച് ആളുകൾ ആക്ഷേപിച്ചപ്പോൾ ഫഅശാറത്ത് ഇലൈഹി, കുട്ടിയോട് ചോദിച്ചോ എന്ന് മറിയം ബീവി സൂചന കാണിച്ചത്. മറിയം ബീവിക്ക് എന്താ ഭ്രാന്ത? സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന നമ്മുടെ മകള് ഗർഭം ധരിച്ചു വരുമ്പോ എവിടെ നാടി പളയിലുണ്ടാക്കി വന്നത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോ ഈ പെണ്ണ് പറയാ ആ കുട്ടിയോട് ചോദിച്ചോ. പിന്നെ ആ പെണ്ണിനെ വെച്ചേക്കോ നമ്മള്? ആ മറുപടി കൂടി പറഞ്ഞാൽ അപ്പൊ മറിയം ബീവി ഇത് എത്ര പൊട്ടത്തിയ? മറിയം ബീവി പറയാ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് ഫഅശാറത്ത് ഇലൈഹി, ആ കുട്ടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ആ കുട്ടിയോട് ചോദിച്ചോ. അപ്പൊ കുട്ടി പറയാണ് ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയാ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. എത്ര അർത്ഥവത്താണ് ആ വാക്കുകളൊക്കെ എന്നറിയോ? ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുമെന്നതിൽ സൂചനയുണ്ട്. പിൽക്കാലത്ത് ഇറങ്ങി വരുമെന്ന ആയത്തിൽ സൂചനയുണ്ട്. റാസിമാമ പറഞ്ഞതാണ്. എന്റെ വക കെട്ടിപ്പടച്ചുണ്ടാക്കി പറയേണ്ട ആവശ്യമില്ല, നമുക്കത് പാടില്ല. മുഫസ്സിരീങ്ങൾ പറഞ്ഞതേ പറയാവൂ, കിതാബിലുള്ളതേ പറയാവൂ. സ്വന്തമായി പറയാൻ അള്ളാഹുവിന്റെ കലാമിന് സ്വന്തമായി അർത്ഥം പറഞ്ഞാൽ നരകത്തിലെ സീറ്റ് റിസർവ് ചെയ്തവനാണ് അള്ളാഹു. നമ്മൾ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇത് റാസിമാമ പറഞ്ഞ അർത്ഥമാണ്. അപ്പൊ ഈ മറിയം ബീവിക്ക് നേരത്തെ അറിയാം എന്റെ വയറ്റിലുള്ള കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയണ്ട, ഈ കുട്ടി പറയുമെന്ന് മറിയം ബീവി ആ കുട്ടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. ആ പണിയാണ് റിഫായ ശൈഖ് ചെയ്തത്. ആ പണിയാണ് റിഫായ ശൈഖ് ചെയ്തത്. മറിയം ബീവിയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയാകുന്ന ഈസാ നബി സംസാരിച്ചോ? അത് ദീനിന് നിരക്കുമോ? പരിശുദ്ധ ഖുർആൻ അത് പ്രഖ്യാപിച്ചോ? കുല്ലുമാ ജാസ അൻ യകൂന മുഅ്ജിസത്തൻ ലിനബിയ്യിൻ ജാസ അൻ യകൂന കറാമത്തൻ ലിനബിയ്യിൻ. അത് റിഹാസാത്തിൽപ്പെട്ടതാണ്. നബിയായി പ്രഖ്യാപിക്കപ്പെട്ട് ചെയ്യുന്നതാ മുഅ്ജിസത്ത്. ഇത് നബൂവത്ത് കിട്ടുന്നതിന് മുമ്പ് ചെയ്ത പണിയാണ്. അത് റിഹാസാത്താണ്. അതും സംഭവിക്കാം ഔലിയാക്കന്മാർക്ക്. ബഹുമാനപ്പെട്ട ഇനി അവിടെ വേറെയുണ്ട്. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ എന്ന ആയത്തിന്റെ തഫ്സീർ നോക്ക്. യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ മറിയം ബീവിയും കൂടി ഉണ്ടായ ഒരു സംസാരം അവിടെ പറയുന്നുണ്ട്. റാസിമാ പറയുന്നുണ്ട്, നിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി, രണ്ടുപേർക്കും ഗർഭം ധരിച്ചത് ഒരേ സമയത്താണ്. അപ്പോൾ പറയാ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടി എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയോട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നു. യഹ്യാ നബിന്റെ ഉമ്മ പറയാ മറിയം ബീവിയോട്, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ആ കുട്ടി ഇടങ്ങേറായി എൻ്റെ വയറ്റിൽ കിടന്ന് തിരിഞ്ഞിട്ട് എൻ്റെ കുട്ടിയോട് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ എന്ന ആയത്തിന്റെ തഫ്സീർ എടുത്തു നോക്കൂ. യഹ്യാ നബി അലൈഹിസ്സലാമിനെ ഗർഭം ധരിച്ചപ്പോൾ യഹ്യാ നബി ഗർഭത്തിൽ വെച്ച് സംസാരിക്കുന്നത് യഹ്യാ നബിയുടെ ഉമ്മ കേൾക്കുന്നു. മറിയം ബീവിയുടെ ഗർഭത്തിൽ വെച്ചുകൊണ്ട് ഈസാ നബി സംസാരിക്കുന്നത് മറിയം ബീവി കേൾക്കുന്നു. അവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് രണ്ടുപേരുടെയും ഉമ്മമാർ അറിയുന്നു. ആ ഉമ്മമാർ പരസ്പരം ആ കാര്യം ചർച്ച ചെയ്യുന്നു. ഇമാം റാസി തഫ്സീറുൽ കബീറിൽ അത് എഴുതി രേഖപ്പെടുത്തുന്നു. അത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട മഹാന്മാർക്ക് സംഭവിക്കുന്നു. എന്താണ് ഇതിന് ദീനിന് വിരുദ്ധം? എവിടെയാ ഇതിന് തകരാറ്? ഇത് വിശ്വസിച്ചാൽ എന്താ കുഴപ്പം? ഇത് വിശ്വസിച്ചാൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അംബിയാനും ഔലിയാനും അള്ളാഹു കൊടുക്കുന്ന പാരമായ കഴിവ് വകവെച്ചു കൊടുത്താൽ നമുക്ക് ഈമാനിന് എവിടെയാ കുഴപ്പം വരാനുള്ളത്?
എല്ലാറ്റിൻ്റെയും നിയന്താവ് അല്ലാഹുവാണ്. അവനാണിതൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അവനാണിത് മുഴുവനും നിയന്ത്രിക്കുന്നത്. അവൻ മാത്രമേ ഇലാഹുള്ളൂ, അവനെ മാത്രമേ ഇലാഹായി അംഗീകരിക്കാൻ പാടുള്ളൂ. മറ്റൊരു ശക്തിക്കും ദിവ്യത്വം കൽപ്പിക്കാൻ പാടില്ല. ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും എന്ത് കഴിവുണ്ടെങ്കിലും അള്ളാഹു കൊടുത്ത കഴിവാണ്.